തീർച്ചയായിട്ടും ഇന്ന് ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും സർക്കാരിന് അതിനുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പല ഉപാധികളുണ്ട്, പല നിർദ്ദേശങ്ങളുണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന്. ആ രീതിയിൽ അത് നടക്കാമെന്നുള്ള സമ്മതം ഇല്ലെങ്കിൽ ആ ഉത്തരവ് വന്നിരിക്കുന്നു. അതിനെ സർക്കാർ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ സംഗമം എന്ന് വിളിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിലൊരു സംഗമം എറണാകുളത്ത് 1500 പേരെ വെച്ച് സർക്കാർ ഒരു പദ്ധതി ഇടുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായിട്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ജിംസ്, എന്തായിരിക്കും ന്യൂനപക്ഷ സംഗമത്തിൽ സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അയ്യപ്പ സംഗമം നമ്മൾ നിരവധി തവണ ഇവിടെ ചർച്ച ചെയ്തതാണ്. അയ്യപ്പ സംഗമം പോലെ ഒരു സംഗമം നടത്തുന്നത് കേരളത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശബരിമല അത്രമാത്രം കേരളത്തെ കൾച്ചറലി സ്വാധീനിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് മാത്രവുമല്ല, കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ ഐക്കൺ കൂടിയാണ് ശബരിമല. അപ്പോൾ ശബരിമലയെ നന്നായി ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി തന്നെയാണ്. അതിന് സർക്കാർ പിന്തുണ കൊടുക്കുകയും വേണം. പക്ഷേ അത് ഇപ്പോൾ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇലക്ഷന് മാസങ്ങൾ മാത്രം മുമ്പുള്ളപ്പോൾ ഇതുവരെ തോന്നാത്ത ഒരു അയ്യപ്പ സംഗമം. അതുമാത്രമല്ല, ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വിവാദപരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു സർക്കാർ, അതിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു സർക്കാർ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നത് വോട്ട് തട്ടാനുള്ള തന്ത്രമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ആ ആരോപണത്തെ പിൻ പോയിൻ്റ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള നീക്കം. ഇപ്പോൾ അതൊരു അയ്യപ്പ സംഗമം മാത്രമായിട്ട് നടക്കുന്നതെങ്കിൽ ആ ആരോപണത്തിന് അത്ര വിശ്വാസ്യത ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്നാൽ നമുക്കൊരു ന്യൂനപക്ഷ സംഘം കൂടി നടത്തി കളയാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അയ്യപ്പ സംഗമം നടത്തുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശബരിമലയുടെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുക, അതാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ന്യൂനപക്ഷ സംഗമം നടത്തുന്നതിനാണ് എന്താണ് ന്യൂനപക്ഷ സംഗമത്തിൻ്റെ ലക്ഷ്യം? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അന്ന് അയ്യപ്പ സംഗമം നടത്തി, ഇനി ബാലൻസ് ചെയ്യാൻ ഒരു ന്യൂനപക്ഷ സംഗമം കൂടി നടത്തിക്കളയാം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് രണ്ടും വോട്ട് തട്ടാനുള്ള പണിയാണെന്നാണ്. ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും, അതായത് ശബരിമലയുടെ ഇമ്പോർട്ടൻസ് ലോകത്തിന് മുമ്പിൽ കാണിക്കുക, അതിനെ ഷോക്കേസ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കൂടുതൽ അയ്യപ്പ ഭക്തരെ ശബരിമലയിലേക്ക് ആകർഷിക്കുക, അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് വോട്ട് തട്ടാനാണ് എന്നുള്ള ഒരു തരം ബോധം കൊണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു ബാലൻസ് ചെയ്യാൻ ന്യൂനപക്ഷ സംഘം കൂടി നടത്തിക്കളയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും വോട്ട് തട്ടാനുള്ള പണിയാണ്. അപ്പോൾ ഈ കൊച്ചിയിൽ കേന്ദ്രമാക്കി ന്യൂനപക്ഷ സംഗമം നടത്തുന്നത് 1500 പ്രതിനിധികളാണ് പങ്കെടുപ്പിക്കുന്നത് പറയുന്നു. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അതിൻ്റെ വിശദാംശങ്ങളൊന്നും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കൊച്ചി അത് കേന്ദ്രമായി എടുക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുകൂടിയാണ്. അത് ന്യൂനപക്ഷങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യം വെച്ചാണ്, അവരെ ലക്ഷ്യം വെച്ചാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ ഒരു വശത്ത് അയ്യപ്പ സംഗമം നടത്തുക, മറുവശത്ത് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ സംഗമം നടത്തുക. അപ്പോൾ അതിൽ CPM-ൻ്റെ പാർട്ടിയുടെ സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വ്യക്തമാണ്. അത് നമ്മൾ മുമ്പും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണോ നടക്കുക, അതിന് മുമ്പോ ശേഷമോ നമുക്കറിയില്ല. അപ്പോൾ ഒരു തരം പോളറൈസേഷൻ ഉണ്ടാക്കുക, ആ പോളറൈസേഷൻ ഉണ്ടാക്കി വോട്ട് നേടുക എന്നുള്ളതാണ്. അത് മാത്രമാണ് CPM-ൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലുള്ള വഴി എന്ന് വരുന്നത് അപകടകരമാണ്. അതായത് 9 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് ജനങ്ങളോട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ എല്ലാ ജാതി മത വിഭാഗങ്ങളെയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരേപോലെ അഡ്രസ്സ് ചെയ്തു, അവർക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കി, ഞങ്ങൾ ഇത്ര ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി, ഞങ്ങൾ ഇത്ര വികസന പദ്ധതികൾ കൊണ്ടുവന്നു, ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്തു, ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് ഒരു 9 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയുന്നില്ല. ആ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ, ആത്മവിശ്വാസം ഇല്ലാത്തൊരു സർക്കാർ പിന്നെ ചെയ്യേണ്ടത് പോളറൈസേഷൻ ആണെങ്കിൽ അത് അപകടമുണ്ടാക്കും. അതിന് കാരണം പോളറൈസേഷൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരുപയോഗിച്ചാലും, അത് CPM എന്നല്ല, കോൺഗ്രസ് എന്നല്ല, ഏത് പാർട്ടി, BJP എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചാലും ആ രാഷ്ട്രീയ നേട്ടം താൽക്കാലികമായ നേട്ടം മാത്രമാണ്. പിന്നീട് ആ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ആ പോളറൈസേഷൻ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ UDF LDF ആണ് പ്രധാനപ്പെട്ട മുന്നണികൾ. ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഏതൊക്കെ കാലത്ത് ഏതൊക്കെ സർക്കാരുകൾ ഏതൊക്കെ പാർട്ടികൾ ചെയ്തിട്ടുണ്ടോ അതിന് ഗുണം ഉണ്ടാകുന്നത് BJP-ക്കാണ്. അത് CPM-ന് മാത്രമല്ല, അത് CPM മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് ചെയ്താലും അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത് BJP-ക്കാണ്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഷാബാനു കേസിൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമ ഭേദഗതി നടത്തി. അത് രാജീവ് ഗാന്ധി അത് ചെയ്യുമ്പോൾ അന്ന് ഉയർന്ന വിമർശനം അത് മുസ്ലിം പ്രീണനമാണെന്നാണ്. അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തുന്ന ഒരു
കോൺഗ്രസ് നേതാവായിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? ബാബരി മസ്ജിദിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു പൂജയ്ക്ക്. അപ്പോൾ അത് ബാലൻസാക്കി. ഇതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത്? അടുത്ത ഇലക്ഷനിൽ 1989 ഇലക്ഷൻ രാജീവ് ഗാന്ധി തൂഫാനായിപ്പോയി. അതിനുശേഷം ആ ഒരൊറ്റ കാര്യം നോക്കുക, അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുക. കോൺഗ്രസ് എന്തെങ്കിലും പിന്നെ അധികാരത്തിൽ വന്നതുപോലും കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം ആർക്കാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് BJP മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ പോളറൈസേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ പോളറൈസേഷൻ്റെ തിക്തഫലം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയുള്ള വർഗീയ ധ്രുവീകരണവും അസത്യ പ്രചാരണവും വിദ്വേഷ പ്രചാരണവും നടന്ന ഒരു സമയമാണ് 2020 കോവിഡിൻ്റെ ആ സമയത്തുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വലിയ തോതിലുള്ള വിദ്വേഷം പ്രചരിച്ചു. അതുകൊണ്ട് ആർക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. LDF അതിൻ്റെ ഒരു ഡിവിഡൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അവർക്ക് ഡിവിഡൻഡ് കിട്ടി. അതിനുശേഷം എന്താ ഉണ്ടാകുന്നത്? 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ പോളറൈസേഷൻ്റെ വിത്തുകൾ പൊട്ടിമുളച്ച് അത് ഫലം കായ്ക്കാൻ തുടങ്ങി. ഉണ്ടാകുന്നത് എന്താണ്? തെക്കൻ കേരളത്തിൽ വ്യാപകമായി CPM വോട്ട് ഒളിച്ചു പോകുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു വശത്ത് BJP ഒലിച്ചു പോകുന്ന വോട്ടുകളെ തടഞ്ഞു നിർത്താൻ BJP പ്രയോഗിക്കുന്ന പോളറൈസേഷൻ സ്ട്രാറ്റജി തന്നെ CPM പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് BJPയെ ഗുണം ചെയ്യൂ, CPM ഒരു തരത്തിൽ ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് പൊളിഞ്ഞ് പാളിസായി പോകുന്ന കാഴ്ചയായിരിക്കും നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത്. പക്ഷേ അത് ന്യൂനപക്ഷ സംഘടനകൾ എന്നാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകൾ അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സഭകൾ തന്നെയല്ലേ? അത് പറയണം, അവരാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അയ്യപ്പ സംഗമം വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അത് നമ്മുടെ സംസ്ഥാനത്താണുള്ളത്. ലോകത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ഓരോ വർഷവും വരുന്നു. കോടാനുകൂടി വരുമാനമുള്ള ഒന്നാണ്. അതിനെ കുറച്ചുകൂടി ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക, അതിൻ്റെ തീർത്ഥാടന സാധ്യതകളെക്കുറിച്ചിട്ടുള്ള സംഗതികൾ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണ്. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ദിവസം അയ്യപ്പ സംഗമം നടത്തണമെന്ന് തോന്നാൻ തക്കവണ്ണം ശബരിമലയുടെ ഖ്യാതി കുറയൊന്നുമല്ലോ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അതിൻ്റെ വരുമാനം പോലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനു നടത്തുമെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മൊമെൻറ്റിൽ എങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം ഗവൺമെൻറ് ആലോചിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, ഒരു CPIM പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിനെ പോലെ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയും അതിൻ്റെ സർക്കാരും ഈ എക്സസൈസുകൾ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ അപ്പുറത്തേക്ക് DMK നോക്ക്, അവരും ഒരു ആൻറ്റി സംഘ് പാർട്ടിയും ഒരു സർക്കാരുമാണ്. നിങ്ങൾ TMC നോക്ക്, തൃണമൂൽ കോൺഗ്രസ്, അവരൊരു ആൻറ്റി സംഘ് പാർട്ടിയും ഒരു സർക്കാരുമാണ്. അവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇത്. അവർ ഈ പറഞ്ഞ ഒരു മെജോറിറ്റി കൺസോൾട്ടേഷൻ പ്ലാനും പരിപാടിയും, അപ്പുറത്ത് ക്രിസ്ത്യാനികളുടെ സംഗമം, ഇപ്പുറത്ത് ഹിന്ദുക്കളുടെ, അതെന്താ അവർക്ക് നടത്തേണ്ടി വരാത്തത്? അവർ ഇലക്ഷനിലേക്ക് പോകാൻ പോലെ അതെന്താ വേണ്ടാത്തതാണ്? നമുക്ക് മാത്രം, നമ്മുടെ സർക്കാരിന്, നമ്മുടെ ഇവിടെയുള്ള CPM മാത്രം പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ കോൺഫിഡൻസ് എന്താ അറിയുമോ തന്നെ, ഞങ്ങൾ നിൽക്കുന്നത് ഒരു സെക്കുലർ പൊസിഷനിലാണ്. ആ സെക്കുലർ പൊസിഷനിൽ ഞങ്ങൾക്ക് ഇടിവൊന്നും പറ്റിയിട്ടില്ല എന്ന കോൺഫിഡൻസ് അവർക്കുണ്ട്. ഈ കോൺഫിഡൻസ് പോകുമ്പോഴാണ് വളഞ്ഞ വഴികൾ സ്വീകരിക്കാൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? അവർ ഫൈറ്റിലാണ്. ആരുമായിട്ടാണ്? സംഘമായിട്ടുള്ള ഫൈറ്റിലാണ്. അത് അകത്തും പുറത്തും. അകത്ത് സംഘ് വളരുന്നതിനെ അവർ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും പോലീസിനെയും നിയമത്തെയും ഉപയോഗിച്ചുകൊണ്ട് തടയുകയും, പൊളിറ്റിക്കലി തടയുന്നുണ്ട്, നിയമപരമായി തടയുന്നുണ്ട്, ഭരണത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നുണ്ട്. സംഘിൻ്റെ ഇൻഫിൽട്രേഷൻ അത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇനിയിപ്പം അരി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, വെറുപ്പ്, കലാപം പോലുള്ള ആശയങ്ങളോട് വൻ ഫൈറ്റിലാണുള്ളത്. അത് അവരുടെ പോലീസിനെ ഉപയോഗിക്കുന്നു, അവരുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുന്നു, അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിക്കുന്നു. DMK നോക്കുമ്പോൾ ആൾക്കാർ കാണുന്നതാണ്, DMKയിൽ വിശ്വസിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘിൻ്റെ നിരന്തര ഇരകളായിട്ടുള്ള ദലിതുകൾ, അവർണരായിട്ടുള്ള മനുഷ്യർ, ഇവർ DMK നോക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്താണ്? ഇവരിപ്പോൾ ഇനി അഴിമതി ആരോപണം സ്റ്റാലിനെതിരെ ഉണ്ടെങ്കിലും മറ്റതിൽ പൊക്കെയാണ്. അതുകൊണ്ടാണ് കോൺഫിഡൻസ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിശാല ഹിന്ദു സംഘമൊന്നും സംഘടിപ്പിക്കേണ്ട, ഇപ്പോൾ ഈ BJPക്കാരുടെ സ്റ്റൈൽ സംഗതിയിൽ എടുക്കേണ്ടി വരാത്തതിൻ്റെ കോൺഫിഡൻസ് അതാണ്. ഇവിടെ നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? നിൽക്കേണ്ട പ്രതലത്തിൽ നിന്നുള്ള കളിയല്ല കളിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ നോക്കൂ, ഒരു മുസ്ലിം മൈനോറിറ്റിക്കിടയിൽ വിശ്വാസനഷ്ടം ഉണ്ടായിട്ടെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വേറൊരു കൺസൾട്ടേഷൻ ആലോചിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസനഷ്ടം ഉണ്ടായത്? വിശ്വാസനഷ്ടം ഉണ്ടാകുന്നതിൻ്റെ കാരണം RSSൻ്റെ ഈ പറയുന്ന അധിനിവേശത്തോട് നിങ്ങളുടെ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനം മുസ്ലിം മൈനോറിറ്റിക്കുണ്ട്. അവർ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നം ഉന്നയിക്കുന്നു. നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ RSSനെ തടയുന്നുണ്ടോ? നിങ്ങൾ വെറുപ്പിനെയും വിദ്വേഷക്കാരെയും തടയുന്നുണ്ടോ? നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അത് ഘട്ടം ഘട്ടമായി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി തോക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാൻ ചോദിച്ചു? മറ്റേ കൺസൾട്ടേഷൻ ഉണ്ടാക്കാം. അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ഞങ്ങളുടെ ഭരണാധികാരത്തെ ഞങ്ങൾ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആണോ? അതല്ലേ പരിഹരിക്കേണ്ടത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSSൻ്റെ നേതാക്കളെ കണ്ടു, അതൊരു പ്രശ്നമായിട്ട് കേരളത്തിന് തോന്നുന്നുണ്ടെങ്കിൽ
കേരളം ഒരു മതനിരപേക്ഷ നാടാണ്. ഇന്ത്യയിലെ തന്നെ ഹിന്ദുത്വയുടെ തേരോട്ടത്തിൻ്റെ ബദലായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളല്ലേ, നമ്മുടെ പൗരന്മാർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭരണകൂടമാണ് ഈ ഭരണകൂടം. അപ്പോൾ ആ ഭരണകൂടം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സർക്കാരിനകത്ത് RSSൻ്റെ ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു എന്ന് ജനത്തിന് സംശയമുണ്ടെങ്കിൽ അയാളെടുത്ത് കളയലേ വേണ്ട. അയാളെ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഇവരെ വെറുപ്പിക്കുക, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും അപ്പുറത്ത് സംഗമങ്ങൾ നടത്തുക. നിങ്ങളിപ്പോൾ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു, എനിക്ക് അതിൻ്റെ ഒരു ഡിസൈൻ എന്താണെന്ന് അറിയില്ല. അതായത് മുസ്ലിം മൈനോറിറ്റി ക്ഷണിക്കുന്നു അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? സംഗമം നടത്തിയാൽ ഇപ്പം മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസിൽ അവർക്ക് ഓക്കെ ആവുന്നതാണോ? അപ്പോൾ സംഗമം നടത്തിയാലോ, ഇനിയിപ്പോൾ കുറച്ച് RSകാരെ പോലീസ് കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നതാണോ? അവരുടെ പ്രശ്നം വളരെ പൊളിറ്റിക്കലാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഈ മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദലിതുകളെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമുണ്ട്. ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലേക്ക് അടക്കാമതിൻ്റെ കടന്നുവരവിനെ തടയാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു ചോദിക്കുമ്പോൾ ഒരു സംഘം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ പണി നോക്കാൻ പറയും. അതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ ഈ സംഗമം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു പരിധിയുണ്ട്. കാരണം അവരുടെ പ്രശ്നം പൊളിറ്റിക്കലാണ്. അത് സംഗമത്തിൽ വിളിച്ച് ചിക്കൻ ബിരിയാണി കൊടുത്ത് തീർക്കാൻ കഴിയുന്ന ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആനം മണ്ടത്തായിരിക്കും. അതുകൊണ്ട് അത്ര പൊടിക്കൈകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത് എന്ന് ഈ സർക്കാർ മനസ്സിലാക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളെ ജനം കാണുന്നത് നിങ്ങളൊരു സെക്കുലർ ഡെമോക്രാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് പാർട്ടി നിലയ്ക്കാണ്, ഒരു മുന്നണി നിലയ്ക്കാണ്. ആ പണിയെടുക്കുക, വൃത്തിക്ക് ആ പണിയെടുത്താൽ എല്ലാവരോടും എടുക്കണം. എല്ലാവരോടും ആ സമീപനം എടുത്ത് നിങ്ങൾ പ്രോപ്പറായെന്ന് ജനം നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ വേറെ ഒന്നിനും പോകേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ അതിന് ഇപ്പോഴും മാർക്കറ്റുണ്ടെന്ന്. കേരളത്തിലെ മനുഷ്യർ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ മതനിരപേക്ഷതയൊക്കെ കാത്തു നിൽക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഉറപ്പൊക്കെ ആയിരിക്കണം. അതിനിടയിലുള്ള മറ്റവർക്ക് കയറാൻ നിങ്ങൾ ഇടം വെച്ച് കൊടുത്താൽ അവർ കയറി കഴിഞ്ഞാൽ അടി ഇളകി കഴിഞ്ഞാൽ പിന്നെ പല കളിയും കളിക്കേണ്ടി വരും. അടി ഇളകാതിരിക്കാൻ നോക്കണം. വെള്ളാപ്പള്ളി നടേശൻ വൃത്തിയോട് പറയുമ്പോൾ പറയരുത് മിസ്റ്റർ നടേശൻ എന്ന് പറയാൻ ശ്രമിക്കണം. അത് വേറെ ആരെങ്കിലും പറഞ്ഞാലും തടയണം. ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ വെറുപ്പ് നടത്തുമ്പോൾ ആ പണി ഇവിടെ നടക്കത്തില്ല എന്ന് പോലീസിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റണം. അത് പറ്റാതെ മൊത്തം കുളമായി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയാൽ അതിൻ്റെ വിനാശം അനുഭവിക്കാൻ പോകുന്നത് അടുത്ത തലമുറയായിരിക്കും. പിണറായി വിജയന് അടുത്ത തവണ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. CPM അടുത്ത തവണ അധികാരം തുടരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ CPM ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ലോ. ഇനിയും ഭരിക്കണ്ടേ? ഇനി ഒരുപാട് യുവ നേതാക്കൾ ഇനിയും ഭരണത്തിൻ്റെ ഭാഗമാണെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തില്ലേ? അവർക്കുള്ള സ്ഥലം ബാക്കിയിട്ടേക്കണമെന്ന് ഞാൻ പറയുന്നത്.